മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ഏപ്രിൽ 5 പരിഗണിക്കാനായി മാറ്റി. അതുവരെ തൽസ്ഥിതി തുടരാനും കോടതി നിർദ്ദേശിച്ചു. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബിക്കും ആശ്വാസകരമായ ഒരു നടപടിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. നാളെ പരിഗണിക്കാനിരിക്കുന്ന ഹർജി, ED നൽകിയ ഹർജി ഹൈക്കോടതി നീട്ടിയിരിക്കുകയാണ്. ഏപ്രിൽ 5 ആയിരിക്കും വീണ്ടും പരിഗണിക്കുക. ഈ സമൻസ്, ED അയച്ച സമൻസിന് മറുപടിയായി തോമസ് ഐസക് EDക്ക് ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിലേക്ക് മറുപടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ED ഇക്കാര്യത്തിൽ ഇടപെടുന്നതിനുള്ള സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. കിഫ്ബി നൽകിയ ചില തെളിവുകളിൽ തോമസ് ഐസക്കിന്റെ പങ്ക് വ്യക്തമാണെന്ന് ED വാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് EDയുടെ വാദം. അതുപോലെ CAG റിപ്പോർട്ട് അനുസരിച്ച് മസാല ബോണ്ടിലുള്ള കള്ളത്തരങ്ങൾ വെളിവാക്കുന്നതിന് വേണ്ടിയാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തതെന്നാണ് ED മുൻപ് കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. ED ഈ കേസ് തോമസ് ഐസക്കിനെതിരെ കേസ് ചാർജ് ചെയ്തതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ താൻ 3 വർഷം മുൻപാണ് ധനമന്ത്രി ആയിരുന്നതെന്നും മുഖ്യമന്ത്രി ഉൾപ്പെട്ട ചെയർമാനായിരുന്ന സമിതിയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും മുൻപ് തോമസ് ഐസക് മറുപടി നൽകിയിരുന്നു. ഇതൊരു ഔദ്യോഗിക വിശദീകരണമായിരുന്നെങ്കിൽ കൂടിയും മുഖ്യമന്ത്രിയെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിക്ക് നേരെ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ടുള്ള തോമസ് ഐസക്കിന്റെ മറുപടി അന്ന് വിവാദമായിരുന്നു എന്നും വേണം ശ്രദ്ധേയമാണ്. അതേസമയം നിലവിൽ EDയുടെ ഈ നീക്കത്തിനെതിരെ ഹൈക്കോടതി ഇടപെട്ടത് തോമസ് ഐസക്കിനും കിഫ്ബിക്കും ആശ്വാസം നൽകുകയാണ് എന്ന കാര്യം വ്യക്തമാണ്.